യെസ്, ഒരു ലാഗും ഇല്ല, നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഈ സ്റ്റൈലസ് പെൻ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഒരു ലാഗും ഇല്ല. അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും എഴുതാനാണെങ്കിലും നമുക്ക് സ്മൂത്തായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. ഒരു ലാഗ് പോലും നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജെറിൻ. എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റൈലസ് പെൻ അല്ലെങ്കിൽ ടച്ച് പെൻ എങ്ങനെ നിർമ്മിക്കാമെന്നാണ്. അപ്പം ഇത് കൂടുതൽ ഉപകാരപ്പെടുന്ന ടൈപ്പോഗ്രഫി ചെയ്യുന്ന ആൾക്കാർക്കാണ്. ഈ ഫോട്ടോയുടെ മുകളിൽ കൂടെ കോരുന്നെടുക്കുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതൽ ഉപകാരപ്പെടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോ ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: മഷി തീർന്നൊരു സാധാരണ പേനയുടെ ബോഡി, അടുത്തായിട്ട് നമുക്കൊരു ചെറിയ കോപ്പർ വയർ വേണം. ഇത് സാധാ വയറിൽ നിന്ന് എടുത്തൊരു കോപ്പർ വയറാണ്. പിന്നെ നമുക്ക് അടുത്തായിട്ട് കുറച്ച് പഞ്ഞി അല്ലെങ്കിൽ കോട്ടൺ ആവശ്യമുണ്ട്. പിന്നെ സെല്ലോ ടേപ്പ്, പിന്നെ ഒരു കത്രിക. ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമ്മൾ ആ പേനയുടെ ബോഡി എടുക്കുക. ഇവിടെ നമുക്ക് അടുത്തായിട്ട് ആ കോപ്പർ വയർ എടുത്തിട്ട് അതിൻ്റെ ഒരു അറ്റം ഇതുപോലെ നമുക്ക് അകത്തോട്ട് ഇത് വീഡിയോ കാണുന്ന പോലെ തന്നെ വെക്കുക. എന്നിട്ടത് ഫോൾഡ് ചെയ്തിട്ട് ആ പേനെ ഫുള്ളായിട്ട് ചുറ്റണം. ഗൈസ്, ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നമുക്ക് നല്ല ടൈറ്റായിട്ട് ആ പേനെ ഫുള്ളായിട്ട് ചുറ്റണം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ആ പേനയുടെ ബോഡിക്കകത്ത് ഫുള്ളും ആ കോപ്പർ വയർ ചുറ്റിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അടുത്ത അറ്റത്ത് ഇതുപോലെ ടേപ്പ് ഒട്ടിക്കാം. സമയം നമ്മുടെ കോപ്പർ വയർ ചുറ്റി കഴിഞ്ഞ് പോകത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നത്. ഫ്രണ്ട്സ്, അടുത്തായിട്ട് നമുക്ക് ആ പേനയ്ക്ക് ഒരു നിപ്പ് വേണം. അതിനായിട്ട് നമുക്ക് കുറച്ച് പഞ്ഞി എടുക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ആ പഞ്ഞി നല്ലോണം ഒന്ന് പിരിക്കണം. അതിൻ്റെ ഒരറ്റം നമുക്കിതുപോലെ നല്ലോണം ഒന്ന് പിരിക്കണം, ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ. നമുക്ക് ആ പിരിച്ച ആ ഒരു ഭാഗം നമുക്ക് ആ പേനയുടെ അകത്തോട് നല്ലോണം ഇൻസേർട്ട് ചെയ്യാം. അതുകൊണ്ട് നമുക്കപ്പോൾ ഈ പഞ്ഞി ആ പേനയ്ക്കകത്തോട് ഇൻസേർട്ട് ചെയ്യാം. നല്ലോണം ടൈറ്റായിട്ട് തന്നെ ഇൻസേർട്ട് ചെയ്യണം, അതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ വീഡിയോ കാണുന്ന പോലെ തന്നെ നല്ല ടൈറ്റായിട്ട് തന്നെ വെക്കണം. ഫ്രണ്ട്സ്, അപ്പം ഞാൻ ആദ്യം പറയാൻ മറന്ന ഒരു കാര്യമാണ്, നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. അതായത് നമുക്ക് ഇത്രയും വെള്ളമൊന്നും വേണ്ട. ഇത് നമുക്ക് ജസ്റ്റ് പഞ്ഞി നനയ്ക്കാൻ വേണ്ടിയാണ്. ഈ പഞ്ഞി നമുക്ക് ജസ്റ്റ് നനയ്ക്കാൻ വേണ്ടി ശകലം വെള്ളം മതി. നമ്മുടെ വീഡിയോ കാണുന്ന പോലെ തന്നെ ചെറുതായിട്ട് മെല്ലെ നമുക്ക് ആ പഞ്ഞി നനച്ചാൽ മതി. നമുക്ക് ആ പഞ്ഞി ജസ്റ്റ് ഒന്ന് നനച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് അടുത്ത ബാക്കി വന്ന് പഞ്ഞി കട്ട് ചെയ്ത് കളയാം. നമുക്ക് ഫുള്ളും കട്ട് ചെയ്യേണ്ട, ചെറുതായിട്ട് നിപ്പ് പോലെ വെച്ചിട്ട് ബാക്കി വരുന്ന കട്ട് ചെയ്ത് കളഞ്ഞാൽ. ഫ്രണ്ട്സ്, നമുക്ക് ഇത്രയും പഞ്ഞി ആവശ്യമില്ല, കുറച്ചുകൂടി കട്ട് ചെയ്ത് കളയാം. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ സ്റ്റൈലസ് പെൻ അല്ലെങ്കിൽ ടച്ച് പെൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, വർക്കാവത്തില്ലെന്ന്. ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്, ഒരു ലാഗും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടാണ് നമ്മുടെ സ്റ്റൈൽസ് പെൻ ഇവിടെ വർക്കാവുന്നത്. അപ്പോൾ ഒരു ലാഗ് പോലും ഇല്ല. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ചെയ്യാം, ഒരു ലാഗും ഉണ്ടാകുന്നില്ല, നല്ല സ്മൂത്തുണ്ട്. നല്ല സ്മൂത്തായിട്ടാണ് നമ്മുടെ ടച്ച് പെൻ അല്ലെങ്കിൽ സ്റ്റൈൽസ് പെൻ ഇവിടെ വർക്കാവുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും എഴുതാനാണെങ്കിലും നമുക്ക് നല്ല സ്മൂത്തായിട്ട് എഴുതാൻ പറ്റും. നമുക്ക് നല്ല വൃത്തി എങ്ങനെ വേണമെങ്കിലും നമ്മൾ നോട്ട്ബുക്ക് എഴുതുന്ന പോലെ തന്നെ എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു വരുന്നത്, ഇത് ടൈപ്പോഗ്രഫി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഉപകാരപ്പെട്ട ഒന്നാണ്. അപ്പം നമുക്ക് നല്ല സ്മൂത്തായിട്ട് എഴുതാനും വരയ്ക്കാനും ഒക്കെ ഈ സ്റ്റൈലസ് പെൻ കൊണ്ട് പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെട്ട വീഡിയോകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുന്നതാണ്.